Our next topic is about heart building communication. നമുക്ക് പതിവ് ശൈലി അനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു പോവാം അല്ലെ? ഗ്രീഷ്മ ഒരു ചോദ്യം അച്ഛൻ ചോദിച്ചോട്ടെ? ഗ്രീഷ്മ അല്ലേ? കുട്ടിയോട് ഒരു ദിവസം ഒരു സെന്റൻസേ പറയാൻ പറ്റുള്ളെങ്കിൽ ഏത് സെന്റൻസ് ആയിരിക്കും ഗ്രീഷ്മ പറയാൻ സാധ്യത? ഒരു സെന്റൻസ് ആണ് കുട്ടിയോട് പറയാനുള്ള ഒരു അവസരം ഉള്ളൂ എങ്കിൽ ഏത് സെന്റൻസ് ആയിരിക്കും പറയുന്നത്? എനിക്കൊരു ഉമ്മ തരുമെന്ന്. എനിക്കൊരു ഉമ്മ തരുമെന്നുള്ളതല്ലേ? ദാറ്റ്സ് ഗുഡ് വേ ഓഫ് എക്സ്പ്രസിങ് ലവ് അല്ലേ? ഓക്കെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ നമ്മൾ പറയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ഉമ്മ കിട്ടണം കുട്ടിയുടെ അല്ലേ? അതിലൂടെ ഗ്രീഷ്മ ഉദ്ദേശിച്ച കാര്യം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതല്ലേ, ഐ ലവ് യു എന്ന് പറയണം അല്ലേ? കമ്മ്യൂണിക്കേഷന്റെ ആകെ തുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടന്റ് ഉള്ളടക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളോട് പറയണം ഐ ലവ് യു. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അത് തന്നെയാണല്ലോ. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കുട്ടികളോട് എന്തെന്നില്ലാത്ത സ്നേഹമാണല്ലോ അല്ലേ? ജീവൻ കൊടുക്കുന്ന സ്നേഹമല്ലയോ? ഈ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈ സ്നേഹം ഒട്ടും ചോർന്നു പോകാതെ അപ്പുറത്ത് കുട്ടികളുടെ ഹൃദയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. അത് ഈ 10 വയസ്സ് താഴോട്ടുള്ള കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. യഥാർത്ഥത്തില് കുട്ടികളിൽ എങ്ങനെയാണ് മമ്മി അല്ലെങ്കിൽ പപ്പ ഐ ലവ് യു എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് കുട്ടിക്ക് എങ്ങനെ ഫീൽ ചെയ്യണത്? 4 കാര്യങ്ങളുണ്ട്. അതാണ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിക്ക് എൻ്റെ പപ്പ, എൻ്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നു എന്ന് 10 വയസ്സിന് താഴെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട 4 പ്രധാനപ്പെട്ട മെസ്സേജസ് ഉണ്ട്. ഒന്നാമത്തെ മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, you should constantly give the message, I am available for you. I am available for you. ഞാൻ നിങ്ങൾക്ക് സംലഭ്യയാണ് അല്ലെങ്കിൽ സംലഭ്യനാണ്. കുട്ടികൾക്ക് ആ ഫീല് കിട്ടണം. ഇപ്പൊ കുട്ടി എന്തെങ്കിലും ചോദ്യം ചോദിച്ചു വരുമ്പോഴേക്കും ഇത് ഇപ്പോഴാണ് ചോദിക്കാൻ കണ്ടുള്ളൂ, അപ്പുറത്ത് പോയിരിക്കും, ഇവിടെ വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഈ ഫീല് കിട്ടുമോ? മൈ ഫാദർ ഈസ് അവൈലബിൾ ഫോർ മീ, മൈ മദർ ഈസ് അവൈലബിൾ ഫോർ മീ. കിട്ടൂല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ളിരിക്കുന്ന ഹൃദയത്തിലിരിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അതൊരല്പം ചോർന്നു. ചെറിയൊരു ഹോളുണ്ട് അതിലൂടെ ചോർന്നു പോകുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് കിട്ടേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ഐ ആം അവൈലബിൾ ഫോർ യു. കുട്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പേരൻസിനോട് കോൺസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആർ യു അവൈലബിൾ ഫോർ മീ? യെസ് എന്നുള്ള മറുപടി കിട്ടുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മെസ്സേജ്, വിൽ യു ലിസൺ ടു മീ? എന്നെ കേൾക്കുവോ? വിൽ യു ലിസൺ ടു മീ? ആ ലിസൺ ടു മീ എന്ന് പറയുന്നതിനകത്ത് നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് ഉണ്ട് കേട്ടോ. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ, എൻ്റെ പൊട്ടത്തരാണെങ്കിലും ശരി, ഇനി എൻ്റെ ഒരു വിഷമാണെങ്കിലും ശരി, എൻ്റെ വൾണറബിലിറ്റി ആണെങ്കിലും ശരി, എന്നെ ഒന്ന് കേൾക്കുമോ? എന്നെ കേൾക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് കൂടെയുള്ള കാര്യമാണ് എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന്, എൻ്റെ ഉള്ളിലെ ഇപ്പം എന്താന്ന് മനസ്സിലാക്കുമെന്ന്. അതാണ് രണ്ടാമത്തെ മെസ്സേജ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വഴി കുട്ടിക്ക് കിട്ടണം, ഓക്കെ മോളെ ഞങ്ങൾ കേൾക്കൂട്ടോ, മോളെ ഞങ്ങൾ മനസ്സിലാക്കൂട്ടോ, അല്ലെങ്കിൽ മോനെ ഞങ്ങൾ മനസ്സിലാക്കൂട്ടോ എന്നുള്ള മെസ്സേജ് നമുക്ക് അപ്പുറത്തെത്തിക്കണം. ദെൻ മൂന്നാമത്തെ കാര്യം, വിൽ യു പ്ലേ വിത്ത് മീ? ഈ കുട്ടികൾക്ക് 10 വയസ്സ് താഴോട്ടുള്ളവർക്ക് ചിരികളിയൊക്കെ ഇഷ്ടമാണല്ലോ, കളിക്കുന്ന ഇഷ്ടമാണ് കുട്ടികൾക്ക് അല്ലേ? അപ്പൊ പ്രധാനമായിട്ടും പേരൻസിൽ നിന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന, മക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, വിൽ യു പ്ലേ വിത്ത് മീ? എന്നോടൊപ്പം കളിക്കുമോ അല്ലെ? ചില പേരൻസിന്റെ എപ്പോഴും ജോലി തന്നെ ജോലി. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മമാരാണ് കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യണത്, അപ്പന് നേരമേ ഇല്ല. അപ്പൊ ഈ കുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ് കറക്റ്റ് ആവോ? 2 പേരൻസ് ഉള്ള കുടുംബത്തിലോ, സിംഗിൾ പേരന്റിങ്ങിന്റെ കാര്യത്തിലല്ലാട്ടെ ഞാൻ ഈ പറയുന്നത്, 2 പേരൻസ് ഉള്ള കുടുംബത്തില് ഒരു പേരന്റ് മാത്രം കെയർ ചെയ്യുകയും മറ്റേ പേരന്റ് വീട്ടിൽ വന്നാൽ പോലും, ഇപ്പൊ ഒരു ഉദാഹരണം പറയും, കുട്ടിക്ക് മാർക്ക് കിട്ടി അല്ലെങ്കിൽ മാർക്കിന്റെ പ്രോഗ്രസ് കാർഡ് വന്നു, അതൊക്കെ വരുമ്പോൾ ഒന്ന് നോക്കാൻ പോലും പപ്പയ്ക്ക് നേരമില്ല, അല്ലെങ്കിൽ മമ്മിക്ക് നേരമില്ല, ആർക്കെങ്കിലും ഒരാൾക്ക് നേരമില്ല, 2 പേർക്കും നേരമില്ല എന്ന് വരുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു സാന്നിധ്യം, അതിൻ്റെ ഒരു കുറവ് കുട്ടികൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുട്ടികളോടൊപ്പം കളിക്കാൻ, ചിരിക്കാൻ, തമാശ പറയാൻ അതിനോട് സാധിക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, വിൽ യു നോട്ടീസ് മീ? വിൽ യു നോട്ടീസ് മീ എന്ന് ചോദിച്ചാൽ എന്താ? എന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യോ? ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇവിടെ ഇരിക്കണതേ, എന്നെ ഒന്ന് നോക്കോ, എൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കോ? അറ്റൻഷൻ സീക്കിംഗ് ആണ് കുട്ടികൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ.
10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ അറ്റൻഷൻ സീക്ക് ചെയ്യും. അപ്പോൾ ഒരു പേരന്റ് എന്ന നിലയിൽ എന്നെ അറ്റൻഡ് ചെയ്യോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ഈ നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മെസ്സേജ് വളരെ ഭംഗിയായിട്ട് കുട്ടികളിൽ എത്തിക്കണം. യെസ്, ഇതിനെല്ലാം പോസിറ്റീവ് ഉത്തരം കൊടുക്കണം. ഐ വിൽ ബി അവൈലബിൾ ഫോർ യു, ഐ വിൽ ലിസൺ ടു യു, ഐ വിൽ പ്ലേ വിത്ത് യു ആൻഡ് ഐ വിൽ നോട്ടീസ് യു. എങ്ങനെയുണ്ട്? ഇതാണ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഉള്ളടക്കം. ഐ മീൻ മെസ്സേജ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, റിസീവർ ഉണ്ടല്ലോ. അങ്ങനെ 3 പാർട്ട് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം മെസ്സേജ് ആണ്. വാട്ട് മെസ്സേജ് അവർ ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് വിത്തിൻ ദിസ് ഷോർട്ട് പീരീഡ്. 10 വർഷം കൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന സാധനമാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം. ഇത് കൊടുക്കാൻ തന്നെയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അത് ചോർന്നു പോകാതെ കൊടുക്കണം. നമ്മുടെ ഉള്ളിലിരുന്ന് മാത്രം കാര്യമല്ലോ, അപ്പുറത്തേക്ക് എത്തണ്ടേ. യെസ്, നമ്മൾ ആദ്യത്തെ സെഷനിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു അഡ്വൈസ്, അതിനേക്കാൾ നമ്മൾ ഓർത്തിരിക്കുന്നത് അന്ന് നമ്മുടെ അപ്പൻ അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഫീലാണ്. വെദർ ദേ വെയർ അവൈലബിൾ ഫോർ അസ്, വെദർ ദേ ലിസൺ ടു അസ്, അല്ലെങ്കിൽ അവർ നമ്മളൊപ്പം കളിച്ചോ, അതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? എൻ്റെ അപ്പൻ തമാശ പറയുന്ന ഒരു അപ്പനാണോ, എൻ്റെ അമ്മ ഒരു തമാശ പറയുന്ന ഒരു അമ്മയാണോ, അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോ? ഇതൊക്കെയാണ് കുട്ടികൾ പ്രധാനമായിട്ടും ഗുഡ് ഫീലിന് കാരണമായി നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് ഒട്ടും ചോർന്നു പോകാതെ നമ്മുടെ ഈ ബ്ലോസം പാത്തിൽ പങ്കെടുക്കുന്ന 43 പേരൻസ്, 43 കുടുംബങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷന്റെ ഒബ്ജക്റ്റീവ്. അതിന് ഞാൻ കുറച്ച് ഒരുങ്ങിയും കുറെ അനുഭവങ്ങളിലൂടെ ഒക്കെ പഠിച്ചും വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വളരെ സന്തോഷപൂർവ്വം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്. ഞാൻ ഇതിന്റെ ഒരു ഡിഫറെന്റ് പാർട്ടിൽ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതുമാണ്. സോ വി ഷാൽ ഹാവ് ആൻ ഇന്ററാക്ഷൻ. ഓക്കെ, നമുക്ക് ചോദിക്കട്ടെ. നമ്മുടെ മോഹൻ ജോൺ ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചോട്ടെ. മോഹൻ, ഓക്കെ. മോഹനെ, എപ്പോഴാണ് ഒരു നമ്മുടെ വീട്ടില് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഹൃദയം തുറക്കുന്നത്? ദിവസത്തിന്റെ ഏത് സമയത്താ? സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ തന്നെയാണോ, അതെയോ പിന്നീട് കുറച്ചേരം കഴിഞ്ഞിട്ടാണോ? എങ്ങനെയത്? അങ്ങനെയല്ല, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോ തന്നെ പേരന്റ് അവൈലബിൾ ആണ്? ഞാൻ അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ ആയിരിക്കും. സോ കുട്ടികൾ തുറക്കും അല്ലേ? ഓക്കെ, അപ്പൊ കുട്ടികൾ ഹൃദയം തുറന്ന് സംസാരിക്കും. ആ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് ആ സമയത്ത് അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമല്ലേ? ആ പ്രതികരണത്തിന് പറയുന്ന പേരാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഡിസ്പോസിഷൻ ഉണ്ട്, നിങ്ങൾ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നിങ്ങൾ പുലർത്തുന്ന ഒരു മനോഭാവം. അതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ റെഡി ടു ലിസൺ യുവർ ചൈൽഡ് ആക്റ്റീവ്ലി. ആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂൾ വിട്ടിട്ട് വിശേഷം വന്ന് പറയുമ്പോ മോഹൻ മൊബൈൽ നോക്കിയിരിക്കാറുണ്ടോ? ഇല്ല. ഈ മൊബൈൽ നോക്കിയിരുന്നിട്ട് കുട്ടിയെ കേട്ടുകൊണ്ടിരുന്നാൽ കുട്ടി എന്ത് ചെയ്യും? സംസാരിച്ചുകൊണ്ടിരിക്കുമോ? സാധ്യത വളരെ കുറവാണ്. നമുക്ക് വേണ്ടത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ ശരിക്കും കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് എല്ലാ ദിവസവും സംസാരിക്കാൻ സാധിക്കും, ഐ കോണ്ടാക്റ്റോട് കൂടി. അതോടൊപ്പം തന്നെ ലിസൺ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ. ഒരു തടസ്സമില്ലാതെ നമുക്ക് കുട്ടിയെ കേൾക്കാൻ പറ്റണം. ഇത് 24 hours ഇങ്ങനെ കേൾക്കുക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് വി ഹാവ് എ ക്വാളിറ്റി ടൈം. ആ ലിസണിങ്, അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണത്. വി ആർ ഹിയർ ടു ലിസൺ ടു യു. അപ്പൊ അതിനകത്ത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് അത് റീഡ് ചെയ്യാനും, അതോടൊപ്പം തന്നെ അവർ പറയുന്ന കാര്യങ്ങളെ അവർ പറഞ്ഞു തീരണേക്കാൾ മുമ്പ് എടുത്തു ചാടി സംസാരിക്കാതെ അതൊന്ന് കേട്ടിട്ട് അതിൻ്റെ ഉള്ളിലെ വൈകാരിക തലങ്ങളെ, ഫീലിങ്സിനൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ആ ഫീലിങ്സോടുകൂടി അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞു എന്നുള്ള ബോധ്യത്തോടു കൂടെ പ്രതികരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്ത്? ആക്റ്റീവ് ലിസണിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും ഞാൻ പല പേരൻസിനും കണ്ടിട്ടുള്ള കാര്യം അറിയാതെ തന്നെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, അഖിലോട് ഒന്ന് ചോദിക്കട്ടെ. അഖില, ഒരു കുട്ടി ഇത് കരയാണെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ട് എങ്ങനെ കുട്ടിയോട് പ്രതികരിക്കുന്നത്? കുട്ടിയുടെ അടുത്ത് അപ്പം അവർക്ക് ഫീൽ ചെയ്യുന്ന എന്താന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അവരോട് പറയണം.
അല്ല എന്താ നമ്മൾ പറയണത്? ഒരു കുട്ടിയോട് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയാണെന്ന് ഒരു കുട്ടിയോടൊന്ന് പറഞ്ഞാൽ, ഞാനൊരു കുട്ടിയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയണത്? കുട്ടി കരയാണ്. വാവ് വീണോ, വാവിക്ക് വേദന എടുത്തോ, ആഹാ. അമ്മ തിരുമ്മി തരാം. ആഹാ ഹാ ഹാ. കരയണ്ടെന്ന് പറയോ? കരയണ്ടെന്ന് ഞാൻ പറയാറില്ല. കരയണ്ടെന്ന് പറയരുത്. ഉം. കരയണ്ടെന്ന് പറയുന്നത് നല്ല ലിസണിങ് അല്ല. നിങ്ങൾ കുട്ടിയുടെ ആ കരച്ചിലിന്റെ പുറകിലുള്ള ആ ഇമോഷനെ നിങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ കരയണ്ടെന്ന് പറയുന്നത്. കുട്ടി കരയുന്നതിന്റെ അർത്ഥം കുട്ടിക്ക് എന്തോ ഇമോഷൻസ് എന്തോ ഉള്ളിലുണ്ടല്ലോ. അതിനെ നമ്മൾ ലിസൺ ചെയ്തിട്ട് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് വൈ യു ആർ അപ്സെറ്റ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് മോൻ കരയണേന്ന് എനിക്ക് മനസ്സിലായി. മോന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയല്ലേ, അല്ലെങ്കിൽ മോന്റെ പ്രിയപ്പെട്ടവർ അങ്ങോട്ട് മാറിപ്പോയല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ലൈക്ക് അല്ലെങ്കിൽ വീണു അല്ലേ, ഓക്കെ വേദന എടുക്കുന്നുണ്ടല്ലേ. ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് ലിസണിങ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഈ പറഞ്ഞ ആക്റ്റീവ് ലിസണിങ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിൽ ഇമോഷണൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ട്രസ്റ്റ് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്കൊരു സെൽഫ് വാല്യൂ ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ് കേട്ടോ. പേരൻസ് എല്ലാവരും തിരക്കുള്ളവരാണ്. ഒത്തിരിയേറെ കാര്യം. ഇപ്പൊ 2 പേരൻസും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വെൻ ബോത്ത് ആർ വർക്കിംഗ്, അവരുടെ വർക്കിന്റെ സ്ട്രെസ് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലും കുട്ടികളെ നമുക്ക് മുഴുവൻ കേൾക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ. അവരുടെ മുഖത്തേക്ക് നോക്കി മുഖം നിന്ന് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് തിരിച്ചറിഞ്ഞ് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി അതൊക്കെ മനസ്സിലായി എന്ന വിധത്തിൽ അവരോട് പ്രതികരിക്കാനുള്ള ഒരു ആക്റ്റീവ് ലിസണിങ് പ്രോഗ്രാം, അതാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടൂൾ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? അങ്ങനെ ആക്റ്റീവ് ലിസണിങ് വെച്ചാൽ സാധ്യമാവില്ലെന്ന്? We are not perfect people, that is sure. But at the same time, പറഞ്ഞോ. എനിക്ക് ചില സമയത്ത് ഇവര് ചിലത് ഇങ്ങനെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതാവാം. കരച്ചിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നമുക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. ഫീൽ ചെയ്യുന്ന എന്താന്ന് മനസ്സിലാവില്ല. എന്നാലല്ലേ നമുക്ക് അവരോട് അത് ഇതാണോ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവർ ശരിക്കും കാം ഡൗൺ ചെയ്തിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യണ മാതിരി തോന്നിയിട്ടുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഇവരെന്താ ഇങ്ങനെ കാണിക്കണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാൻ പാടില്ലേ, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിക്കാലോ. പക്ഷെ അവര് കരച്ചിലിന്റെ ഇടയ്ക്കൊന്നും പറയില്ല. കരച്ചിലിന്റെ ദേഷ്യത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രസൻസ് കൊണ്ട് അവിടെ നിൽക്കൂ. പ്രസൻസ് കൊണ്ട് കുട്ടിയെ ഒന്ന് തലോടി കൊടുത്ത് വി കമ്മ്യൂണിക്കേറ്റ് മെസ്സേജ്, വി ആർ വിത്ത് യു, ഓക്കെ, കൂൾ ഡൗൺ. അതിനുശേഷം നമുക്ക് ലെറ്റ് us come to it. ഓക്കെ, അതാണ് നല്ലത്. എങ്ങനെ നമ്മൾ അവരുടെ പെരുമാറ്റത്തിന്റെ പുറകിൽ അവരെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് എപ്പോഴും ലിസണിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം. ഓക്കെ, ഫൈൻ, ഗുഡ്. ഇപ്പം എന്റെ മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം കുറെ പഠിക്കാനുണ്ടാവും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചിട്ട് ഉടനെ സൈക്കിൾ ഓട്ടാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ശരി. അത് കഴിയുമ്പോൾ വൈകുന്നേരം 6 മണി ഒക്കെ ആകുമ്പോൾ കയറി വരും, കുളിക്കും. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് പുസ്തകം തുറക്കുമ്പോഴാണ് അവള് മിക്കവാറും സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ശരി. അപ്പം ഈ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ അത്രയും നേരം പോയതിന്റെയും പിന്നെ രാത്രി ഒരു 10 മണി 10 ആകുമ്പോൾ കിടത്തി ഉറക്കണം, പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകണം. അപ്പൊ ഒരുപാട് പഠിക്കാനും ഉണ്ടാവും. അപ്പൊ എന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ചിലപ്പം സ്റ്റോപ്പ് ചെയ്യും. ഇനി മതി, ഇനി പഠിക്ക്, അങ്ങനെ വേണ്ട. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ അങ്ങ് പോവും. ഒത്തിരി സമയം പറയും അല്ലേ? ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ നമ്മളെ പോലും പഠിപ്പിക്കേണ്ട ഇടയ്ക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പിടിച്ചാൽ പിന്നെ അങ്ങോട്ട് കയറി പോവും, പിന്നെ ആ സബ്ജക്റ്റിനെ വിട്ടുപോകും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അതിന്റെ പുറകിലുള്ള റീസൺ എന്തായിരിക്കും? 3-4 റീസൺ ഞാൻ ഓപ്ഷൻസ് പറയാം. ഒന്നുകിൽ അമ്മേനെ അത്ര സമയം കിട്ടൂലോ എന്ന് എഴുതിയിട്ടായിരിക്കും, അമ്മ അടുത്തിരിക്കൂലോ, സോ ഷീ ഫീൽസ് ദാറ്റ് കൈൻഡ് ഓഫ് എ വാംത്. അതായിരിക്കും ഒരു കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ അമ്മ കൂടെ ഇരുന്ന് പഠിപ്പിക്കണം, അമ്മ കൂടെ ഇങ്ങനെ ഇരിക്കണം. ഇപ്പൊ ഞാൻ പറയും അമ്മയ്ക്ക് ചെറുതിനെ നോക്കണം, അപ്പൊ അവൻ 1-ലായിട്ടുണ്ട്, അപ്പൊ അവനെ പഠിപ്പിക്കണം, എപ്പോഴും മോളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. പക്ഷെ കഴിഞ്ഞ കൊല്ലം തൊട്ടും അവള് ഇങ്ങനെ ഫുൾ ടൈം ഞാൻ എടുത്തിരുത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ കയറി പോവും, അങ്ങനെയായിരുന്നു. ശരി. എനിവേ ടൈം നമ്മൾ ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ലിമിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നേക്കാൾ മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കണം. അതായത് കുട്ടിയോട് നമ്മൾ പറയുകയാണ്, മോനെ മമ്മി കൂടെ ഇരിക്കണം എന്നാണ് മോന്റെ ആഗ്രഹം അല്ലേ, മമ്മി കൂടെ ഇരിക്കുകയാണെങ്കിൽ മോന് വളരെ സന്തോഷമാവല്ലേ, നല്ലൊരു ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, എന്നാൽ മമ്മിക്ക് വേറെയും ജോലികൾ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് മമ്മി മൂവ് ചെയ്യണം.
ആ രീതിയിൽ നമ്മൾ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണം കൊടുത്താണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ. ഓക്കെ, എനിവേ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സമയം. അതെ. ഓക്കെ, ഫൈൻ, ഗുഡ്. നിങ്ങൾക്ക് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കേട്ടോ. ഞാനിങ്ങനെ ഇനി അടുത്ത വിഷയങ്ങളുള്ളതുകൊണ്ട് മുമ്പോട്ട് പോകണേ. നമുക്ക് ഇന്ന് 10 ടൂളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. 10 ടൂളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞതിന് ശേഷം ബാക്കി സംശയങ്ങൾ തീർക്കാൻ ഞാൻ. രണ്ടാമത്തത്, ഈ കുട്ടികളുമായി സംസാരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനായിട്ട് അവരുടെ എത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കുട്ടിയോട് ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കണം. ഓക്കെ, എങ്ങനെ ചോദിക്കും? അഖിൽ പോൾ ഒന്ന് മൈക്കൊന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ചോദിക്കാവോ? കുട്ടിയോട് ഹോംവർക്കിന്റെ കാര്യം ചോദിക്കണം. എങ്ങനെ ചോദിക്കണേ? അച്ഛാ, വൈഫ് സിസിയാണ് കുട്ടിയുടെ അടുത്തുള്ള. ഞാൻ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. പിന്നെ അവള് പ്രീ KG ആണ്. എന്നാലും മനസ്സിലൊരു സങ്കല്പം എന്താ, അതൊന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കുട്ടിയോട് ഹോംവർക്കുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കണം. എന്തായിരിക്കും ചോദിക്കണത്? ജോബിന് സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. ഹോംവർക്ക് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ അതോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ആണെങ്കിൽ നമ്മളടുത്ത് അപ്പോ എപ്പോഴും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷന് കൂടുതലും, മറ്റത് വേണ്ടാന്നല്ല കേട്ടോ, കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികളോട് കൂടുതൽ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോ ഒരു ഉദാഹരണം, ഇന്ന് ഹോംവർക്ക് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കുറെ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അതിനെ തന്നെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ കൺവേർട്ട് ചെയ്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആക്കുക. വാട്ട് അബൌട്ട് ദ ഹോംവർക്ക് ടുഡേ? ഓക്കെ, ഇന്നത്തെ ഹോംവർക്കിനെ കുറിച്ച് ഒന്ന് പറയാവോ? ഓക്കെ, അല്ലെങ്കിൽ ഹൗ യു ആർ പ്രോഗ്രസിങ് ഇൻ യുവർ ഹോംവർക്ക് ടുഡേ? ഇപ്പൊ വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിൽ അങ്ങനെ യെസ് ഓർ നോ ചോദ്യങ്ങൾക്ക് പകരം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു കുട്ടിയോട് ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരു കുട്ടിയോട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്തു എന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവട്ടെ, ദൈവമേ ഇത്രയും സൂക്ഷ്മമായിട്ടൊക്കെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കണോ, അത് വലിവാലാവുമല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഉപയോഗിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ഇപ്പൊ ഒരു കുട്ടിയോട് ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്തു എന്ന് കരുതുക. എന്തായാലും തെറ്റായ കാര്യം ചെയ്തു എന്ന്, നിങ്ങൾ പോയിട്ട് ആ കുട്ടിയോട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടോ? എന്ത് പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നീ എന്ത് ചെയ്തു? വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇൻട്രോഗേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത്രയും ലോഡ് ഇല്ല അതിനകത്ത്, ലീഡിങ് ക്വസ്റ്റ്യൻ അല്ല അത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു കുറച്ചും കൂടി ഒരു നോൺ ജഡ്ജ്മെന്റൽ പെർസ്പെക്റ്റീവ് അതിനകത്ത് വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടിയും വിശാലമായിട്ട് ചിന്തിക്കാനും കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുമായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഹോംവർക്ക് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ഹോംവർക്ക് എങ്ങനെ പോകുന്നു എന്താണ് എന്ന് മാത്രമല്ല, എങ്ങനെ അത് പോകുന്നു, എങ്ങനെ ഹൗ ഈസ് പ്രോഗ്രസിങ് എന്നോട്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അപ്പോൾ കുട്ടികൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ തരും. അതാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ ടൂള്, ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ പലപ്പോഴും നമ്മൾ പേരൻസ് പലപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് ചില കുടുംബങ്ങളൊക്കെ പലപ്പോഴും, ചില കുടുംബങ്ങൾ ചിലപ്പോഴെങ്കിലും വരുന്ന ഒരു കാര്യമാണ്, ശരിക്കും നമ്മുടെ വീടുകളിൽ കുട്ടികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ സ്പീക്കിംഗ് റെസ്പെക്ട്ഫുള്ളി, ദാറ്റ് ഈസ് എ തേർഡ് ടൂൾ, കമ്മ്യൂണിക്കേഷൻ ടൂൾ. സ്പീക്കിംഗ് റെസ്പെക്ട്ഫുള്ളി, കുട്ടികളെ നന്നായിട്ട് ആദരവോടുകൂടെ വേണം സംസാരിക്കാനായിട്ട്. കൊച്ചു കുട്ടികളാണെന്ന് കരുതി നമ്മൾ അവരെ ആദരവില്ലാതെ സംസാരിക്കുക. ഇപ്പൊ വീട്ടില് ആദരവില്ലാതെ സംസാരിക്കുന്നതിന് 1-2 ഉദാഹരണം പറയാമോ? ആൽവിന്റെ വീട്ടിലല്ല കേട്ടോ, പൊതുവെ വീടുകളില് ഇങ്ങനെ ആദരവില്ലാതെ കുട്ടികളോട് സംസാരിക്കുന്നതിന് ഒരു 3-4 ഉദാഹരണം എന്നോട് പറയാമോ?
ആദരവില്ലാതെ കുട്ടികളോട് സംസാരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം മേ ബി എന്താ പറയാ, അതായത് കമാൻഡിങ് രീതിയിൽ ഒത്തിരി കൽപ്പിക്കുക. സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തില് ചിലപ്പോഴെങ്കിലും ഈ എടാ എന്നുള്ള വിളി രണ്ട് രീതിയിലുണ്ട്. അതിന്റെ ടോൺ അനുസരിച്ചാണ്. എടാ എന്നുള്ളത് എടാ ആൽവിനെ എന്ന് വിളിക്കുന്നതും വേറൊരു ടോണില് യു ക്യാൻ ഇമാജിൻ. അതായത് ആൽവിൻ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഷൗട്ട് ചെയ്യുക, ഷൗട്ട്. അതെ 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 കുട്ടികളടുത്ത് ഷൗട്ട് ചെയ്യുന്നത് ഇറസ്പെക്റ്റ് ആണ്. അതെ. കുട്ടികളെ ആദരിക്കാത്തതിന്റെ ഭാഷയാണ് ഷൗട്ടിങ്. പിന്നെ അച്ഛൻ എക്സാമ്പിൾ ചോദിച്ചു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മനസ്സിൽ ആ റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വേർഡ്സിനേക്കാൾ കൂടുതൽ അത്, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, എടാ എന്ന് വിളിക്കുന്നത് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. എടാ എന്നാണ് പറയുന്നതെങ്കിലും. അതെ അതെ. അതായത് ടോൺ, നമ്മുടെ ടോൺ, അതെ, നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ, പിന്നെ വാക്കുകൾ, പിന്നെ അതിന്റെ സാഹചര്യം, ഇങ്ങനെ പലതുണ്ട്. പലപ്പോഴും വീടുകളിൽ നമ്മളൊക്കെ സ്ട്രെസ്ഡ് ആണല്ലോ, അതുകൊണ്ട് അറിയാതെ ചിലപ്പോൾ ഷൗട്ട് ചെയ്തു പോകും കുട്ടികളെ. പക്ഷെ കുട്ടികളെ ഷൗട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നറിയാമോ? പേരൻസ് ഡു നോട്ട് റെസ്പെക്ട് മീ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മെസ്സേജ് ചോർന്നു പോവാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ചിലർ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇൻസൾട്ട് ചെയ്യും. ഇൻസൾട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ അവരുടെ ഒരു കുറവിനെയൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ നമ്മൾ വിളമ്പും. അതൊരു പരിഹാസ വിഷയമാക്കും. അവരെ റിഡിക്യൂൾ ചെയ്യും, ഹ്യൂമിലിയേറ്റ് ചെയ്യും. അവർക്ക് ചില ലേബലൊക്കെ ചാർത്തി കൊടുക്കും. ഇപ്പോ ഈ വിരല് വായിലിടുന്ന കുട്ടി, പേരൻസിന് ആഗ്രഹമാണ് കുട്ടി വിരല് വായിന്ന് മാറ്റണമെന്ന്. അതിന് ഉപയോഗിക്കണ ചില വീടുകളിൽ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുമ്പോൾ കുട്ടിയെ പേരിട്ട് വിളിക്കാണ്, ചപ്പി 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 എന്ന്. ഈ പേരൻസ് അങ്ങനെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുട്ടി ചപ്പൽ നിർത്താൻ വേണ്ടിയാണ്. പക്ഷെ കുട്ടിക്ക് ചപ്പി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചപ്പൽ നിർത്താൻ പറ്റുമോ? ദാറ്റ്സ് നോട്ട് എ ക്രിയേറ്റീവ് വേ. പക്ഷെ നമ്മൾ കുട്ടികളെ ലേബൽ ചെയ്യാണ്. ചില കുട്ടികൾക്ക് അത് കുഴപ്പമുണ്ടാവില്ല കേട്ടോ, പക്ഷെ ചില കുട്ടികൾ ചിലപ്പോൾ അത് നെഗറ്റീവാക്കി മാറ്റും, കമ്മ്യൂണിക്കേഷനിൽ എററായിട്ട് മാറും. പിന്നെ ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു, നമ്മൾ ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് സോറി ചോദിക്കാതിരിക്കുന്നതും ഡിസ്റെസ്പെക്റ്റ് പേരൻസിന്റെ ഭാഗത്ത്. ചിലപ്പോൾ നമ്മളുണ്ടല്ലോ, ചിലപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തിരിക്കുന്ന എന്തോ ടെൻഷൻ പിടിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് കുട്ടി വന്ന് എന്തോ പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, കുട്ടിക്ക് സങ്കടമായി, പിന്നീട് നമ്മളത് കണ്ടില്ല എന്ന് വെച്ചു. പക്ഷെ അതുപോലെ ആ കുട്ടിയോട് സോറി പറയുമ്പോഴാണ് ദാറ്റ് ബിക്കംസ് എ റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ്. അപ്പോൾ പേരൻസിന്റെ ഭാഗത്തുനിന്ന് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന ഉപദേശങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് ആ ഉപദേശങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയ ഫീലിംഗ് ആണ് നമ്മളിപ്പോൾ ഓർത്തിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. സോ യൂസ് ഓൾവേസ് റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ്. കാരണം കുട്ടികളും നമ്മളെ കണ്ടല്ലേ വളരണത്. അപ്പൊ നമ്മൾ റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ഉപയോഗിച്ചാലാണ് അവർ വളർന്നു വരുമ്പോൾ നമ്മളോടും അതേ ലാംഗ്വേജ് ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കുക. ഈ പറഞ്ഞ ഇൻസൾട്ട് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പൊളൈറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുക. എക്സ്ക്യൂസ് മീ അല്ലേ, അതൊരു പൊളൈറ്റ് ലാംഗ്വേജ് അല്ലേ? കുട്ടികളടുത്തൊക്കെ അങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിലപ്പോൾ ചോദിച്ചു പോകും. പക്ഷേ ലേണിങ്ങിന് വളരെ നല്ലതാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അപ്പുറത്ത് എത്തിക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ചില കുട്ടികൾ ചിലപ്പോൾ ഞാൻ പറയാട്ടോ, ചില കുട്ടികൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിന് പറയും, നീ ഒരു പ്രശ്നക്കാരനാണ്. അനീത്തിനെ കണ്ടുപിടിച്ച്, അത് കമ്പാരിസൺ വേറൊരു പ്രശ്നം. പക്ഷെ നീ ഒരു പ്രശ്നക്കാരനാന്ന് പറയാതെ തന്നെ നമുക്ക് ആ കുട്ടിയോട് എന്ത് പറയാം? നമുക്കതിനെ വേറെ രീതിയിൽ പറയാലോ, കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് പറയാലോ. നീ പ്രശ്നക്കാരനല്ല, ഓക്കെ, നമുക്ക് ഈ കാര്യം കുറച്ചുകൂടി ഭംഗിയായിട്ട് വേറെ രീതിയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിൽ അവതരിപ്പിക്കാലോ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഗീവ്സ് ചിൽഡ്രൻ ദ മെസ്സേജ് ഓഫ് റെസ്പെക്ടിങ് ദം. നമ്മുടെ ഭാവിയിലും അത് നമുക്ക് ഗുണകരമായിട്ട് മാറും. ഓക്കെ, അഖിൽ പോൾ പ്ലീസ്. അച്ഛാ, ചില സമയത്ത് ഇതുപോലെ കുടുംബ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപൂർവമായിട്ടെങ്കിലും 1-2 പ്രാവശ്യം കയ്യിൽ നിന്ന് ഇങ്ങനെ പോകാറുണ്ടോ? ഒച്ചയെടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു തിരുത്തലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് എന്താണ് അതിനൊരു മാർഗം? നമ്മുടെ ഭാഗത്തുനിന്ന് കുട്ടികളോട് റെസ്പെക്ട്ഫുൾ അല്ലാതെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കൂളായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിയുടെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയുകയും നമ്മളൊരു സോറി ചോദിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്.
കുട്ടികളും ഇത് ലേൺ ചെയ്യാണല്ലോ എങ്ങനെ സോറി ചോദിക്കണം എന്നുള്ളത്. ദാറ്റ്സ് എ ഗുഡ് മെസ്സേജ് ദാറ്റ് വി ഗീവ്. നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും സോറി ചോദിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് അതിനകത്തുള്ള വിശ്വാസം പോകും കേട്ടോ. നമ്മൾ അതിനെ എഫർട്ട് ഇടുന്നില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നില്ല, അത് ശരിയാവില്ല. പക്ഷേ ഓക്കെ ഗുഡ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടൂളാണ് സ്പീക്ക് റെസ്പെക്ട്ഫുള്ളി ടു ചിൽഡ്രൻ. ഓക്കെ ഗുഡ്. ഇനി നമുക്ക് നാലാമത്, ഇങ്ങനെ നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് കുട്ടികളോട് സംസാരിച്ച കുട്ടികൾ ഈ ദയുള്ളവരായിട്ടും കരുണയുള്ളവരായിട്ടും വളരും കേട്ടോ. അതാണ് പ്രത്യേകത. നമ്മുടെ ഈ ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഈ റോഡിലൊക്കെ ഈ വാഹനം ഓടിക്കുന്നവരൊക്കെ വയലന്റ് ആയിട്ട് വാഹനം ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു ഈ ഡ്രൈവർമാരൊക്കെ എന്ത് പരുക്കൻ ഭാഷയിലൊക്കെ സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പേരന്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതല്ലാതെ ചുമ്മാ വരുന്നതല്ല അതൊന്നും. അപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ ഇപ്പൊ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, എല്ലാത്തിനും ആർഗ്യുമെന്റേഷൻ ആണ്, വാദപ്രതിവാദങ്ങൾ. ഇത് കോടതി മുറിയൊന്നുമില്ലല്ലോ വീട്. നമുക്ക് വളരെ കൂളായിട്ട് കാമായിട്ട് ക്വയറ്റായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പാടില്ലേ? ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഫാദറും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്നും എടുത്തേ, അതിനകത്തൊരു പൊളൈറ്റ്നെസ് ഉണ്ടെങ്കിലാണ് ഇത് നടക്കുള്ളൂ കേട്ടോ. അപ്പൻ അമ്മേനെ എപ്പോഴും എന്താ പറയുക, വളരെ അൺപൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ മോശം ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ കുട്ടികളോടടുത്ത് നമ്മൾ അങ്ങനെ തന്നെ വരുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾ അതാണ് ലേൺ ചെയ്യുന്നത്. സോ റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ഇൻ ദ ഫാമിലി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ നാലാമത്തെ കാര്യം, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിലോ നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന വളരെ നല്ലൊരു കാര്യം, ഏതൊരു കാര്യവും നെഗറ്റീവായിട്ട് പറയാതെ പോസിറ്റീവായിട്ട് പറയാം. അരുതെന്ന് പറയരുത്, മറിച്ച് ചെയ്യേണ്ടത് എന്താണ് അത് പറയുക. യു ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്ന് പറയുന്നതിനേക്കാളും യു മേ ഓർ യു ഷുഡ് ഡു ദാറ്റ് എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അരുതുകളുടെ എണ്ണം കുറയ്ക്കുക, സാധ്യതകളുടെ എണ്ണം കൂട്ടുക. ഓക്കെ, അജോമിയോട് ചോദിക്കട്ടെ. അജോമി, നുണ പറയരുത്. ഇന്ന് കുട്ടികളോട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോലും നുണ പറയരുത്. ഇതെങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് പറയണേ? സത്യമേ പറയാവൂ. ഓക്കെ, സത്യം ഒരു കാര്യം പറയുമ്പോ അതിന്റെ സത്യമേ പറയാവൂ. പറയാം. അപ്പൊ നമ്മൾ നുണ പറയരുതെന്ന് പറയുന്നില്ല, സത്യം പറയണം കേട്ടോ. അങ്ങനെ എല്ലാറ്റിലും ഇപ്പൊ നമ്മൾ വീടുകളിൽ ചിലപ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്താ പറയണത്? ഒച്ച ഉണ്ടാക്കരുതെന്ന് പറയരുത്, സാധാരണ അതാ പറയാറ്. സാധാരണ അങ്ങനെ നമ്മൾ പറയണം, ഒച്ച ഉണ്ടാക്കരുത്. അതിനു പകരം താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കും, ശബ്ദം ഉണ്ടാക്കാതെ സംസാരിക്കും. നല്ലൊരു ടെക്നിക്കല്ലേ? പക്ഷെ ഇത് വരുമോ അച്ചോ? ആ സമയത്ത് അത് വരുമോ? പക്ഷെ ശീലത്തിലൂടെ വരും. അതിനാണ് നമ്മൾ ഈ 12 മാസത്തെ പ്രോഗ്രാം എടുക്കുന്നത്. ബൈ റിപ്പീറ്റിംഗ് ഇറ്റ് വിൽ കം, അല്ലേ? ഒരു കുട്ടി ഇപ്പോ ഓടാന്ന് കരുതുക, അപ്പൊ നമ്മൾ കുട്ടികൾ പറഞ്ഞു ഓടരുത് എന്നല്ലേ പറയണത്. അതിനു പകരം പതുക്കെ നടക്ക് എന്ന് പറഞ്ഞാലോ കൂടുതൽ ഇഫക്റ്റ് പതുക്കെ നടക്കെന്ന് പറയുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ചില കുട്ടികൾ ബാഗ് എറിയും, അപ്പൊ എറിയരുത് എന്നതിന് പകരം അതേ മെസ്സേജ് തന്നെയുള്ള പോസിറ്റീവ് ഭാഷയാണ് ബാഗ് മേശപ്പുറത്ത് വെക്കുക. സി, ഇങ്ങനെ എല്ലാത്തിലും ഈ അരുത് പ്രയോഗം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അരുത് മാറ്റിയിട്ട് അതിൽ പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് നടക്കുമോ? അല്ല ചോ, ഇതിപ്പോ നമ്മൾ പണ്ടേ തുടങ്ങി ശീലിച്ചേക്കാണുള്ളത്. അതായത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിനേക്കാൾ ഇഫക്റ്റ് കൂടുതൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. ഓടരുത് എന്ന് പറയുന്നതിനേക്കാളും ഇഫക്റ്റ് ഉണ്ടാവുന്നത് പതുക്കെ നടക്കാൻ പറയുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം സോഫാർ? പാടാം. പാടാണ്. അല്ല, ഇത് നമ്മളെ തന്നെ നമ്മളെ തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് വിധേയമാക്കാണ്. നമ്മുടെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് പോസിറ്റീവാക്കി മാറ്റാം. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു കാര്യം തന്നെ പല വിധത്തിൽ നമുക്ക് പറയാലോ. ഒരു ഉദാഹരണം, ഒരു നെഗറ്റീവ് കാര്യം തന്നെ പല വിധത്തിൽ പറയാലോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ ഈ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോൺവെർസേഷൻ. ഭാര്യ നല്ലൊരു സാരി വാങ്ങിച്ചുകൊണ്ട് വന്നു. സാരിയുടെ നിറം കൊള്ളാം, അതിന്റെ മെറ്റീരിയൽ കൊള്ളാം, അതിന്റെ എന്താ പറയാ, ഈ വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല അഴകാണ് അതൊക്കെ. ഈ സാരി അതൊക്കെ വളരെ ഭംഗിയാണ്. എന്നാൽ അതിന് ഒരു കുറവുണ്ട്. കുറവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വില കൂടുതലാണ്. നമ്മുടെ വീടുകളിൽ പൊതുവെ ഇത് എങ്ങനെയായിരിക്കും ഭർത്താവ് ഭാര്യയോട് പറയുന്നത്?
അതായത് ഈ ഭാര്യ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഭാര്യയുടെ സെലക്ഷനകത്ത് മെറ്റീരിയൽ ഇസ് ഗുഡ്, കളർ ഇസ് ഗുഡ്, അവൾ അത് അണിഞ്ഞാൽ നന്നായിട്ട് ചേരും. 3 നല്ല ഗുണങ്ങൾ. എന്നാൽ വില കൂടുതലാണ്. ഇതിന് ഇത് പറയാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ എന്താണെന്നറിയാമോ? കണക്ഷൻ. ആദ്യം നമ്മൾ നന്മ പറയൂല, അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചേക്കുന്നത്. നന്മ പറയൂലോ അല്ലേ? നീ ഈ സാരി വളരെ നന്നായിട്ടുണ്ട്, നല്ല കളറാണ്, നല്ല ഭംഗിയുണ്ട്, നീ ഇത് കൊടുത്താൽ വളരെ നന്നായിരിക്കും, ഇതിന്റെ മെറ്റീരിയലും വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ വില ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ ഉപയോഗിക്കണ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പക്ഷേ, ഇംഗ്ലീഷിൽ ബട്ട് എന്ന് പറയും. ബട്ട് നമ്മൾ ഇത് അറിയാതെ പറഞ്ഞതാണ്, ഇത് അറിയാതെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പക്ഷേക്ക് പകരം നിങ്ങൾ വേറൊരു കൺജങ്ഷൻ ഉപയോഗിച്ച് നോക്കിയേ. ബട്ടിന് പകരം ആൻഡ് ഉപയോഗിച്ച് നോക്കിയേ. അതെങ്ങനെ ബട്ടിന് പകരം ആൻഡ് ഉപയോഗിക്കണത്? സാരി സെലക്ഷൻ നന്നായിട്ടുണ്ട്, നല്ല കളറാണ്, നല്ല മനോഹരമായിട്ടുണ്ട്, മെറ്റീരിയൽ നല്ലതാണ്, ഇത് നീ അണിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. വില കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. വിലയും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഇവിടെ ഞാൻ പക്ഷേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. ഈ പക്ഷേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ആദ്യം പറഞ്ഞ നന്മകളെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് കളയും. പക്ഷെ ഇത് നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിച്ചു പോവാണ്. പക്ഷെ കേൾവിക്കാർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ഇതുപോലെ ലാംഗ്വേജ് കൊണ്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. സോ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിന്റെ കൺസ്ട്രക്ഷൻസ്, പറയണ മെസ്സേജ് ഒന്ന് തന്നെയാണ്, ശരി, ദ വേ ദാറ്റ് യു പുട്ട് ഇൻ, അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞൊരു കാര്യം, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. അരുതുകൾ കുറച്ചിട്ട് അതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആക്കി പറയാനായിട്ട് ഉള്ള ഒരു പരിശീലനം. ഓക്കെ, ചോദിച്ചോളൂ. അച്ഛൻ, ഞാൻ എന്തൊരു കാര്യം പറഞ്ഞപ്പം അത് നേരെ ഓപ്പോസിറ്റ് ചെയ്തു. അത് ചെയ്യരുന്നുള്ള രീതി പറഞ്ഞപ്പം അപ്പൊ അത് തന്നെ ചെയ്തു. അപ്പൊ മിക്കപ്പോഴും പിള്ളേര് ഒരു കാര്യം ചെയ്യരുന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതേസമയം അത് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ ചെയ്യും. അപ്പം ചെയ്യേണ്ടാത്ത കാര്യം നമ്മൾ അത് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ അവർ ചെയ്യും. അങ്ങനത്തെ ഒരു ഈ അരുതുകൾ പറയാതെ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതിനകത്തേക്ക് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പം അത് ശരിക്കും ചെയ്യേണ്ടാത്ത കാര്യമായിരിക്കും. അപ്പൊ അത് ചെയ്തോ എന്ന് പറഞ്ഞ പിന്നെ അവര് ചെയ്യൂല അത്. അല്ലല്ല, അതായത് ചെയ്യേണ്ടാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല അല്ലെ? അപ്പൊ തിരിച്ചു പറയുമ്പോ അല്ലേ, അതിനകത്ത് വേറെ എന്തെങ്കിലും പുറകിൽ വേറെ എന്തെങ്കിലും കാര്യമില്ല. ഒന്നുകിൽ അമ്മേനെ ചലഞ്ച് ചെയ്യണം, അതിനുള്ള എന്തെങ്കിലും സാധനം അവിടെ ഉണ്ടാവും കുട്ടിക്ക്, അല്ലെങ്കിൽ അമ്മേനെ കളിപ്പിക്കണം. പല എലമെന്റ്സ് ഉണ്ടാവും. അത് കുറച്ചും കൂടി വലിയ മുതിർന്ന പിള്ളേർക്കാണ് കുറച്ചും കൂടി ഒരു 9-10 ആ പ്രായത്തിലാണ് ഒന്നും കൂടി ഇത് വന്നത്. ഏത് ഈ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാന്നുള്ളത്. ഓപ്പോസിറ്റ് ചെയ്യാൻ മുതിർന്നവർക്കും വരും, കുട്ടികൾക്കും വരാം ചില സിറ്റുവേഷനിൽ. ചില കുട്ടികളൊക്കെ, കൊച്ചു കുട്ടികളൊക്കെ നോ പറയുമല്ലോ അല്ലെ? അത് വരും. പിന്നെ പ്രായം കൂടി വരും തോറും അത് ശക്തമാവുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. Now we move to the next one, 5th tool. കമ്മ്യൂണിക്കേഷനിലെ 5ാമത്തെ ടൂളാണ്. അതായത് കാര്യങ്ങൾ കൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം വിശദീകരിക്കലാണ്. എക്സ്പ്ലെയിനിങ് ഈസ് ബെറ്റർ ദാൻ മിയർ കമാൻഡിങ്. നീ അത് ചെയ്യും എന്ന് പറയുന്നതിനേക്കാൾ മെച്ചം അതിന്റെ കാരണം പറയലാണ്. ദാറ്റ്സ് കോൾഡ് എക്സ്പ്ലനേഷൻ. യു എക്സ്പ്ലെയിൻ വൈ യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി, TV ഓഫാക്കാൻ നമ്മൾ പറയാണ്. നീ TV ഓഫാക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. യു എക്സ്പ്ലെയിൻ ദ റീസൺ. ഓക്കെ, നൗ ഇറ്റ്സ് എ ടൈം ഓഫ് പ്രയർ. Prayer is a time of silence. So, please switch off the TV. അപ്പോൾ എപ്പോഴും കാരണം സഹിതം പറയാം. കാരണം ഈ കുട്ടികളുടെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ അറിയാൻ പറ്റും. കുട്ടികൾക്ക് നമ്മൾ പറയുന്ന കാരണങ്ങൾ മനസ്സിലാവും. They can easily understand. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺവിൻസിങ് റീസൺ അവർക്ക് കിട്ടുമ്പോൾ അത് ഫോളോ ചെയ്യാനുള്ള അവരുടെ ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകടാ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണം ശുദ്ധമായ കൈകളോടെ കഴുകുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, പ്ലീസ്. ഇത്രയും പറഞ്ഞാൽ എപ്പോഴും റീസൺ വെച്ചിട്ട് കുട്ടികളോട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈ? കാരണം കുട്ടികളുടെ ഉള്ളിലൊക്കെ ഈ വൈ ഉണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാനായിട്ട്.
ഓക്കെ, ഇതാണ് 5ാമത്തെ ടൂള്. ഇതുവഴി കുട്ടികളിൽ ഇന്റേണൽ ഡിസിപ്ലിൻ വളരും, റെസ്പോൺസിബിലിറ്റി വളരും, അവർക്ക് റീസണിങ് കിട്ടും. റീസണിങ് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ കാര്യകാരണ സഹിതം കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് നല്ല കഴിവ് കിട്ടും നമ്മൾ ഇങ്ങനെ അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ. സോ ഓൾവേസ് പുട്ട് റീസൺസ് ഫോർ യുവർ സ്റ്റേറ്റ്മെന്റ്സ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം. ഓക്കെ, നൗ വി കം ടു ദ 6th വൺ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രായമായി വരുന്തോറും കുട്ടികൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നതിന്റെ ആഴം കുറഞ്ഞു വരാണോ കൂടി വരാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കുറഞ്ഞു വരും. കുറഞ്ഞു വരാണ്. ഡെയിൻ, അതെന്തായിരിക്കും കുറഞ്ഞു വരുന്നത്? കാരണം എന്തായിരിക്കും? അത് ഒന്നെങ്കിൽ മാതാപിതാക്കൾ പിള്ളേരുടെ അടുത്ത് ഓപ്പൺ ആവുന്നത് കുറയുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിള്ളേർക്ക് മാതാപിതാക്കളുടെ അടുത്തുള്ള അറ്റാച്ച്മെന്റ്, എന്താ പറയാ, ഒരു ഇമോഷണൽ കണക്ട് കുറയുന്നതുകൊണ്ടായിരിക്കാം. ഈ മാതാപിതാക്കളും മക്കളും തമ്മിൽ കണക്ഷൻ കുറയുന്നതിന്റെ ഒരർത്ഥം, ഒരു സൂചനയാണ് മാതാപിതാക്കളുടെ അടുത്ത് വന്ന് മക്കള് ഹൃദയം തുറക്കുന്നതിന് കുറവ് വരുന്നു. അപ്പോ നമുക്ക് വേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ഉണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എൻകറേജ് എക്സ്പ്രഷൻസ്. അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ ഹൃദയങ്ങൾ തുറക്കാനും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഓൾവേസ് എൻകറേജ് ദം, മോട്ടിവേറ്റ് ദം. അവർ കൂടുതൽ സംസാരിക്കട്ടെ. അപ്പോൾ അങ്ങനെ മോട്ടിവേഷൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? പേരൻസ് എൻകറേജ്. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവോ? മറിച്ച് അതിനെ എന്റർടൈൻ ചെയ്യണം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. ചിലപ്പോൾ മമ്മിക്ക് ആൻസർ അറിയില്ലായിരിക്കും. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ പോരെ. അത് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടുകൊണ്ട് ഈ ചോദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ മനുഷ്യൻ എന്തെല്ലാം പണിയുണ്ട് എന്ന് പറഞ്ഞാൽ യു ആർ ഡിസ്കറേജിങ് ദ ചൈൽഡ് ടു മേക്ക് കൺവേഴ്സേഷൻ വിത്ത് യു. ഓക്കെ. പിന്നെ സീക്കിംഗ് ഒപ്പീനിയൻസ്. അവരുടെ അഭിപ്രായങ്ങൾ, അവർ ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയും, അവര് ഒറ്റ വെട്ട് 2 കഷ്ണമായിട്ട് വിടരുത്. അവരൊരു ഒപ്പീനിയൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ അത് എടുത്തിട്ട് നിങ്ങളുടെ വാക്കിൽ ആ ഒപ്പീനിയൻ അങ്ങോട്ട് പറയാ, അവനോട് പറയാ, ഓക്കെ നിന്റെ അഭിപ്രായം ഇതാണല്ലേ. അതല്ലാതെ കേൾക്കുമ്പോഴേക്കും എന്തൊട്ട് പൊട്ടത്തരാടെ ഈ പറയുന്നത്. അങ്ങനെ പറഞ്ഞ കുട്ടികളിൽ നമ്മുടെ അടുത്ത കോൺവെർസേഷൻ കൂടുകയോ കുറയോ? കുറഞ്ഞു വരില്ലേ? വാല്യൂ ദെയർ ഒപ്പീനിയൻസ് ആൻഡ് ഓൾസോ റിക്കഗ്നൈസ് ദെയർ ഫീലിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി കരയാണെങ്കിൽ കരയരുതെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയുടെ കരച്ചിലിന്റെ പുറകിലുള്ള ഫീലിങ്സ്, ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് നമ്മളോട് പറയാനുള്ള പ്രവണത കൂടും. നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലൊരു കേൾവിക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയില്ലേ, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാൻ പഠിക്കുന്നത് എന്തുകൊണ്ടാ? ഇയാൾ ജഡ്ജ്മെന്റൽ ആവും, ഇയാൾ എന്നെ വേണ്ടതുപോലെ പരിഗണിക്കില്ല, അതിന്റെ പേരിൽ എന്നെ പിന്നീട് കുറ്റപ്പെടുത്തും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ വന്നത്. അതുകൊണ്ട് വി ഷുഡ് ബി ഓൾവേസ് ഫോക്കസിങ് ഓൺ ദെയർ ഫീലിങ്സ്. ആൻഡ് ഓൾസോ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും, ജിജ്ഞാസ. അപ്പൊ ജിജ്ഞാസ, അവരുടെ ജിജ്ഞാസയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. ജിജ്ഞാസ നല്ലതല്ലേ? ചിലപ്പോൾ ഒരു ചേട്ടൻ നമ്മുടെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നപ്പോൾ ആ ചേട്ടൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ കുട്ടി വന്നിട്ട് പറയാണ്, എന്താ പപ്പ ആ ചേട്ടൻ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കണം നിന്റെ പണി എന്ന് ചോദിക്കുന്നതിനേക്കാളും ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ, യു ഹാവ് എ ഗുഡ് ഒബ്സർവേഷൻ. നല്ല നിരീക്ഷണമാണല്ലോ നിനക്കുള്ളത്. നീ പെട്ടെന്ന് അത് ഒബ്സർവ് ചെയ്തല്ല അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്രധാരണ രീതി. ആ രീതിയിൽ നമ്മൾ അവരെ ക്യൂരിയോസിറ്റി എന്റർടൈൻ ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇൻ ടു എ ഗുഡ് കണക്ട്. അപ്പോഴാണ് പ്രായം കൂടുന്തോറും മക്കൾ നമ്മുടെ അടുത്ത് വന്ന് ആഴമായ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യണം. ഈവൻ അവരുടെ ഫ്രണ്ട്ഷിപ്സും അവരുടെ ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നുന്ന ക്രഷ് ഫീലിങ്സ് ഒക്കെ വന്ന് നമ്മുടെ അടുത്ത് തുറന്നു പറയുന്ന മക്കളെ കണ്ടിട്ടില്ലേ? അത് ഈ കണക്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആർഗ്യുമെന്റേഷൻ ഒഴിവാക്കിയിട്ട് ഒരു തരത്തിലുള്ള ഡിസ്കഷൻസും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് എൻകറേജ് എക്സ്പ്രഷൻസ്. പീപ്പിൾ ക്യാൻ എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്, ദെയർ ഒപ്പീനിയൻസ്. വി ആർ റെഡി ടു ലിസൺ ടു ദാറ്റ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. That's the message we give. Okay? Next. 7ാമത്തെ ടൂള്. 7ാമത്തെ ടൂളിന്റെ കുറച്ച് കാര്യം നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നു. എന്നാലും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അത് സൂചിപ്പിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവിംഗ് എൻകറേജ്മെന്റ്. ഓൾവേസ് വി ഷുഡ് ഹാവ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ലാംഗ്വേജ്.
ഒരു വളർച്ചാ ഭാഷയാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾക്ക് കുറവുകൾ ഉണ്ടാവില്ലേ? പക്ഷെ കുറവുകൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നിൽക്കുന്നവരല്ല അവർ, അതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളരും. സോ അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ എന്തായിരിക്കണം? ഫോക്കസിങ് ഓൺ ഗ്രോത്ത്. ഇതിനു മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, there are two different types of mindsets, ഫിക്സഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ശരിക്കും പേരൻസ് എന്ന നിലയിൽ നമുക്ക് വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. കുട്ടികൾക്ക് കുറവുണ്ടെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് അവർക്ക് ഉയരാൻ സാധിക്കും, അതിനേക്കാൾ വലിയ സാധ്യതകളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. ഇപ്പൊ അവർക്ക് സാധിക്കുന്നില്ല, മാത്തമാറ്റിക്സ് ഇപ്പൊ ബുദ്ധിമുട്ടാണ് അല്ലെ? ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ കുഞ്ഞിന് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാന്ന് കരുതുക. എങ്ങനെയാണ് നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുന്നത്? മാത്തമാറ്റിക്സ് നിന്റെ കാര്യത്തിൽ പോക്കാന്ന് എനിക്ക് നേരത്തെ അറിയാം, അത് ഇനി നോക്കിയിട്ട് കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻകറേജിങ് ആണോ? മറിച്ച് ഓക്കെ, സ്റ്റിൽ ദിസ് ടൈം മാത്തമാറ്റിക്സ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ യു, ഐ അണ്ടർസ്റ്റാൻഡ്, യെറ്റ് വി ഹാവ് ടൈം, യെറ്റ് വി ഹാവ് പോസിബിലിറ്റീസ്, ലെറ്റ് us try. See, this is called growth language. ശരിക്കും വളർച്ചയുടെ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കുറവുകളിലും അല്ലെങ്കിൽ വൾണറബിലിറ്റീസിലും അവരെ അവിടെ ഫിക്സ് ചെയ്യാത്ത ഭാഷ, മറിച്ച് ഗ്രോ ചെയ്യാം. യെസ്, there is a hope. ഒരു പ്രതീക്ഷയുടെ ഭാഷയുണ്ടല്ലോ, അതാണ് 7ാമത്തെ ടൂള്, ഗിവിങ് എൻകറേജ്മെന്റ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഫെയിലിയർ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് വിധിച്ച് കളയും. ആ ഫെയിലിയർ പലവട്ടമാണെങ്കിൽ നമ്മളെ കൺട്രോളും വിട്ടുപോകും. ബട്ട് യൂസ് എ ഗ്രോത്ത് ലാംഗ്വേജ്. അങ്ങനെ നമ്മൾ ഗ്രോത്ത് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കഴിവ് എന്നാണെന്നറിയാമോ? റെസീലിയൻസ് പവർ. റെസീലിയൻസ്, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നല്ല കരുത്ത് കിട്ടും അവർക്ക്. ഇപ്പൊ ചെറിയ എന്താ പറയുക, പരീക്ഷയ്ക്ക് തോറ്റുപോയാലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായാലും ശരി, ഓക്കെ, അതിനെ അതിജീവിക്കുന്നു. അത് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അമ്മയും ഭാഷ അതിജീവന ഭാഷയാണ്, ലാംഗ്വേജ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് 8ാമത്തെ കമ്മ്യൂണിക്കേഷൻ ടൂള്. ആരോടെ ചോദിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ആരോട് ചോദിക്കും? അജിൻ അൽസ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ഞാൻ ചോദിക്കുന്നതിനകത്ത് ഒരു ഓപ്ഷൻസ് തരാം, അതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് എന്നോട് പറയണം കേട്ടോ. ഏതാണ് ഏറ്റവും ശക്തിയുള്ള ആശയവിനിമയ ഉപാധി? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ഏറ്റവും ശക്തിയുള്ള മാതാപിതാക്കളുടെ ആശയവിനിമയ ഉപാധി? നമ്പർ 1 സ്മാർട്ട് ഫോൺ, നമ്പർ 2 ലൗഡ് സ്പീക്കർ, ഓക്കെ, നമ്പർ 3 എ ബുക്ക്, നമ്പർ 4 എ മിറർ. ഈ 4ത്തിൽ ഏതായിരിക്കും അജിൻ ഏറ്റവും പവർഫുൾ ആയുള്ള കമ്മ്യൂണിക്കേഷൻ ടൂള്? ഒരാൾ വിടുന്നുണ്ട് 4ാമത്തെയാന്ന് പറയുന്നുണ്ട്. അജിന്റെ അഭിപ്രായം തന്നെയാണോ? മിററാണ്. അത് ഉത്തരം കറക്റ്റ് ആണ്. മിറർ ഈസ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. എന്താ അതിന്റെ കാരണം? നമ്മളെ തന്നെ കാണിക്കണം. പേരൻസിന്റെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ്. വാട്ട് പീപ്പിൾ സീ, അല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്യാച്ച് ചെയ്യണത്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷൻ കൂടുതലും വിഷ്വൽ ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പെരുമാറ്റം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. അത് എപ്പോഴും ഇങ്ങനെ മുഖം വാടിയോ ഇരിക്കണം. അതൊരു ഭാഷയാണ്, ബോഡി ലാംഗ്വേജ്. ചിൽഡ്രൻ സീ ഇറ്റ്. അപ്പനമ്മയും മക്കളുടെ അടുത്ത് നന്നായിട്ട് ഹ്യൂമർ പറയണം. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ ചിലപ്പോൾ ഹ്യൂമർ പറയാൻ കഴിയാത്ത മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകാം. എങ്കിലും നമ്മൾ അതിനെ അതിജീവിച്ച് ഹ്യൂമറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഹ്യൂമർ സ്ട്രെസ് ലെവൽ കുറയ്ക്കും, കണക്ഷൻ കൂട്ടും, കുറച്ചുകൂടി കാര്യങ്ങളെ നമുക്ക് തിരുത്തലൊക്കെ കൊടുക്കുമ്പോൾ ലൈറ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ നല്ല ഹ്യൂമർ സെൻസ് വേണം. ഇനിയിപ്പോൾ ഭർത്താവിന് അത് കുറവാണെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ ഭാര്യ ഉടനെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ട് ഇത്ര ഗൗരവം വേണ്ടാന്ന്. അങ്ങനെ ചെയ്യരുത്. അതൊന്നും നമുക്ക് ഈ പറഞ്ഞ ഇന്നത്തെ നല്ലതല്ല. മറിച്ച് ഓക്കെ ചേട്ടാ, നമുക്കത് പറഞ്ഞല്ലോ, നമുക്ക് ഹൗ വി ക്യാൻ ഡെവലപ്പ് ഇറ്റ്. കാരണം എല്ലാവർക്കും ഒരുപോലെ ഹ്യൂമർ സെൻസ് ഉണ്ടാവില്ല. ചിലർ ബൈ നേച്ചർ വളരെ സീരിയസ് ടൈപ്പാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരിക്കാം. ഇപ്പൊ ചില വീടുകളിലൊക്കെ ആണോ പെണ്ണോ, ചിലപ്പോൾ വീട്ടിലൊക്കെ അപ്പം മരിച്ചു പോയതാണ്, അമ്മ മരിച്ചു പോയതാണ്, കഷ്ടപ്പെട്ട് വളർന്നതാണ്. അവരുടെ ജീവിതം തന്നെ അത്തരത്തിലുള്ള ഒരു കഠിന അധ്വാനത്തിന്റെ കഥയാണ് പറയുന്നത്.
People might be very serious. But don't worry. We learn humor. തമാശ നമ്മൾ ചിരിക്കൂല. നമുക്ക് മറ്റുള്ളവർ തമാശ പറയുമ്പോൾ ചിരിക്കാൻ അറിയാലോ. അതോടൊപ്പം തന്നെ വി ഓൾസോ നീഡ് ടു ക്രാക്ക് ജോക്സ്. കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് തമാശകൾ പറയുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് കേട്ടോ. 8ാമത്തെ ടൂള് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പേരൻസ് ഓൺ ലൈഫ്, അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ ഐ കോണ്ടാക്ട്, അവരുടെ ഹഗ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഹഗ് കൊടുത്ത് നോക്കിയും നല്ല കമ്മ്യൂണിക്കേഷനാണ്. കുട്ടികളൊന്ന് സ്പർശിച്ച് നോക്കിയും വളരെ നല്ല കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ, പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കാതെ ചെയ്യണത്, അല്ലാണ്ട് നമ്മൾ വാക്കുകൊണ്ട് പറയാലോ മോനെ പേടിക്കണ്ട അവിടെ നിന്നൊന്നല്ലല്ലോ പറയണത്. സോ മോർ ദാൻ വേർഡ്സ്, ദ ടച്ച് ഇസ് വെരി പവർഫുൾ. അപ്പൊ അതുകൊണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലൊരു ടൂളായിട്ട് നമുക്ക് തോന്നാം. അതിനകത്ത് നമ്മുടെ ടോണൊക്കെ വരും കേട്ടോ. ടോൺ, അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ്, ഇതൊക്കെ വരും. ദെൻ 9ാമത്തെ, ലാസ്റ്റ് ബട്ട് വൺ, 9ാമത്തെ, ഇത് ഒരാളോട് ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നേരത്തെ 4 എന്ന് പറഞ്ഞ് കൈ കാണിച്ചില്ല, അയാളുടെ പേരെന്താ? ഒന്ന് മൈക്കൊന്ന് അഡ്മിറ്റ് ചെയ്ത്. പേര് കടിയിൽ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പേര്. എന്താ പേര്? അഖില. അഖില. അഖില, ഒരു പൈസ പോലും ചെലവില്ലാതെ മക്കൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? പ്രസൻസ്, അവരുടെ അടുത്ത് കെട്ടിപ്പിടിച്ചിരുന്ന് വർത്താനൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഹാപ്പി ആയിരിക്കും. അറ്റൻറ്റീവ് പ്രസൻസ്. അറ്റൻറ്റീവ് പ്രസൻസ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന, ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്ന വാക്കുകളേക്കൊക്കെ വളരെ പവർഫുൾ എന്നാണെന്നറിയാവോ? ഈ സാന്നിധ്യമാണ്. അവരെ കെയർ ചെയ്യുന്ന, അവരോട് ചേർന്നിരിക്കുന്ന സാന്നിധ്യമല്ലേ, അതാണ്. ഇത് നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു ഫ്രേസ് ഉണ്ട്, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ചിൽഡ്രൻ സ്പെൽ ലവ് ടൈം. ചിൽഡ്രൻ സ്പെൽ ലവ് ആസ് ടൈം. ഈ കുട്ടികൾക്ക് സ്നേഹം എന്ന് പറയുന്നത് സമയമാണ്. യുവർ പ്രസൻസ്. നമുക്ക് ജോലിക്ക് പോകണം, കുട്ടികളോട് എപ്പോഴൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ബട്ട് എ ക്വാളിറ്റി ടൈം that you may spend daily or at least weekly with the children. അത് ഇൻഡിവിജ്വൽ ആയിട്ടും കോമൺ ആയിട്ടും ഓരോ കുട്ടിയുടെ അടുത്തും ക്വാളിറ്റി ടൈം വേണം. ഒരു പൈസ പോലും ചെലവില്ലാതെ നമുക്ക് കൊടുക്കാവുന്ന, കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ ചില പേരൻസ് ഒക്കെ കുട്ടികൾക്ക് ഈ ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി വലിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, യാത്രയ്ക്ക് കൊണ്ടുപോകാറുണ്ട്, മഹാസംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുതിരപ്പുറത്ത് കയറ്റും, ആനൊക്കെ കാണിച്ചു കൊടുക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ ഇതിനേക്കാളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് യുവർ അറ്റൻറ്റീവ് പ്രസൻസ്, സാന്നിധ്യം. ഇപ്പൊ വിദേശത്താണെങ്കിൽ പോലും നമുക്ക് ഈ മാതാപിതാക്കൾക്ക് ഈ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട്, വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് മച്ച് ഈസിയർ. ആ രീതിയിലൊക്കെ ഒത്തിരി ഗുണമാണത്. ഓക്കെ, സോ ടൈം. അതുപോലെ നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യം എന്താ? ഐ ആം അവൈലബിൾ ഫോർ യു. യെസ്, ഐ ആം റെഡി ടു പ്ലേ വിത്ത് യു, ലിസൺ ടു യു, അറ്റൻഡ് ടു യു. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ. ഓക്കെ, ദാറ്റ്സ് ദ 9th one. And the 10th one, last one. ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പൊതുവെ ഞാൻ പോയേക്കുന്ന വീടുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കൊച്ചു കുട്ടികളോട്, പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് കുറെ നുണ പറയും മാതാപിതാക്കൾ. നുണ പറയും. ഈ കുട്ടികളോട് നുണ പറയാമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലെ, നുണ പറയാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ആസ്പത്രിയിൽ കൊണ്ടുപോകണം കുട്ടീനെ, ഇഞ്ചക്ഷൻ കുട്ടിക്ക്. അപ്പൊ നമ്മൾ എന്താ കുട്ടിയോട് പറയുന്നത്? വേദന എടുക്കുമെന്നാണോ പറയുന്നത്? വേദന എടുക്കില്ല എന്നാണോ പറയണേ? ചിലപ്പോൾ നമ്മൾ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ നമ്മൾ ഒന്ന് കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നുണ പറയും. ഇപ്പൊ നിങ്ങൾ മാതാപിതാക്കൾ എവിടെയെങ്കിലും പോവാണ്, അപ്പോൾ പോകുമ്പോൾ കുട്ടികൾ കരയും. അപ്പൊ കരയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോ നുണ പറയും കുട്ടിയോട്. കൊച്ചു കുട്ടികളോട് നുണ പറഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് പൊതുവെ നമ്മുടെ ഒരു ധാരണ. ചിലപ്പോൾ കുട്ടിയുടെ വളരെയേറെ പ്രിയപ്പെട്ട ഒരു പെറ്റ്, ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു പക്ഷിയോ ചത്തുപോയി എന്ന് കരുതുക. ചത്തുപോയി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം?
അതെ, പൂച്ച പുറപ്പെട്ടു പോയി, ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഈ കുട്ടി കാത്തിരിക്കുന്നത് വരും 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 എന്നല്ലേ? ഇത് വരില്ല. അപ്പൊ നമ്മൾ കുട്ടികളോട് പൂച്ച ചത്തുപോയി എന്ന് പറയുന്നതാണോ, അതോ അങ്ങോട്ട് പോയി അവിടേക്ക് പോയി കാണാനില്ല എന്ന് പറയുന്നതാണോ യഥാർത്ഥത്തിൽ ശരി എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കുട്ടികളോട് ഉള്ളത് പറയുന്നതാണ് നല്ലത്. പൂച്ച ചത്തുപോയെങ്കിൽ പൂച്ച ചത്തുപോയി എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. പക്ഷെ അത് വളരെ ജെന്റിലായിട്ട് അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുട്ടിയുടെ ഇമോഷൻസിനെ ആക്സലറേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ അവതരിപ്പിക്കാതെ വളരെ ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് അത് നമ്മൾ സൂചിപ്പിക്കണം. ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ മോനെ ചെറിയൊരു വേദന ഉണ്ടാവും കേട്ടോ എന്ന് തന്നെയാണ് പറയേണ്ടത്. വേദന ഒന്നും എടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വേദന എടുക്കൂലോ. കുട്ടിക്ക് കോൺട്രഡിക്ഷൻ ആവും. ഈ കുട്ടികൾ നിങ്ങളെ കണ്ടു പഠിക്കും. അങ്ങനെ നിങ്ങളെ കണ്ടു പഠിക്കുന്ന നുണ പറയാനും കുഴപ്പമൊന്നുമില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നുണ പറയാം. ഇത് ബേസിക്കായിട്ട് കുട്ടികൾ പഠിക്കുന്ന പേരൻസിൽ നിന്നാണ്. മാത്രമല്ല കുട്ടികളുടെ ഇമോഷൻസിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് അവരെ നമ്മളൊന്ന് ഒരുക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് എ സിറ്റുവേഷൻ, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, ആൻഡ് വി ഹാവ് ടു ഫേസ് ഇറ്റ് എന്ന് പറഞ്ഞ് കുട്ടികളെ ഒരുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 10ാമത്തെ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് ഓണസ്റ്റ് ആൻഡ് ജെന്റിൽ കമ്മ്യൂണിക്കേഷൻ. ഓണസ്റ്റ് ആൻഡ് ജെന്റിൽ. ഇപ്പൊ അപ്പൻ ജോലിക്ക് പോകുമ്പോൾ കുട്ടി വാവിട്ട് കരയാണ്. അപ്പൊ ചില അമ്മമാര് കുട്ടീനെ പറഞ്ഞു കഴിയുമ്പോ പപ്പ ഇവിടെ വരെ പോയി ഇപ്പൊ വരും കേട്ടോ, ഇപ്പൊ വരും. അത് വരുമോ? വരുന്നത് എപ്പോഴാ? വൈകുന്നേരം, രാത്രി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നായിരിക്കും. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. കുട്ടികൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ ജെന്റിലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് ഒരു ഫിൽറ്ററിങ് വേണം. അതാണ് ഞാൻ ജെന്റിൽനെസ് എന്ന് പറയുന്നത്. ആ ഫിൽറ്ററിങ്ങിലൂടെ അവതരിപ്പിക്കുന്നതല്ല. അപ്പൊ കുട്ടികൾക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും അത് റിക്കഗ്നൈസ് ചെയ്യാനും മാത്രമല്ല സത്യസന്ധമായി ജീവൻ നയിക്കാനും സാധിക്കും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഒരു സാധ്യതയുള്ള കാര്യമുണ്ട്. അച്ഛൻ ഞങ്ങളിങ്ങനെ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ കുറെ കഥകളൊക്കെ ഇങ്ങനെ പറയും. കഥകളൊന്നും ഇല്ലാത്ത കഥയാണല്ലോ, ചിലപ്പോൾ ഐതിഹ്യങ്ങളും ഫെയറി ടെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാമോ? അത് കുഴപ്പമില്ല. കാരണം ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. വി ആർ നോട്ട് ഡിസീവിങ് എനി പേഴ്സൺ. നമ്മൾ ഒരാളെ പറ്റിക്കുന്നില്ല. അതൊരു കഥ. ഇപ്പൊ സിനിമയിലൊക്കെ എത്രയോ കഥകൾ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എത്രയോ സ്റ്റോറീസ്. ദാറ്റ്സ് അബൌട്ട് ഇമാജിനേഷൻ. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ ഒരാളെ ഡിസീവ് ചെയ്യുന്ന വിധത്തില് നമ്മൾ കുട്ടിയുടെ ഇമോഷൻസിനെ കളിപ്പിക്കരുത്. ഓണസ്റ്റ് ആൻഡ് ജെന്റിൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 10 ടൂളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എല്ലാം വീട്ടിൽ ഉടനെ പ്രാക്ടീസ് ചെയ്യാനല്ല അവതരിപ്പിച്ചത്. ബട്ട് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടൂൾ ഏതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിങ്ങൾ നമ്മളിനി ഈ മാസം ഹോംവർക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് പോവുകയാണ്. ഈ തവണ നമുക്ക് വീടുകളിൽ ചെയ്യേണ്ട ഹോംവർക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 10 ടൂൾസിൽ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അധികം നിങ്ങൾ ഫോസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂൾ ഏതാണ്? അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ മെന്ററുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ ടൂൾ ദാറ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ. എന്നിട്ട് അപ്ലൈ ചെയ്തതിന്റെ റിസൾട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടൂളാണ് അരുതെന്ന് ഉപയോഗിക്കാതെ കൂടുതലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ ഈ മാസം തീരുമാനിക്കണം, രണ്ടുപേരും കൂടി. അങ്ങനെ സംതിങ് വിച്ച് ഈസ് കംഫർട്ടബിൾ ഫോർ യു. പിന്നെ എല്ലാവരുടെയും വീടുകളിൽ ഒരുപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കില്ല. മാത്രമല്ല ഇതിനകത്ത് ചിലതൊക്കെ ഓൾറെഡി ചില വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം. ദെൻ യു ടേക്ക് എ ന്യൂ വൺ. അങ്ങനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു പരിശ്രമം നടത്താം ഈ മാസം. അതാണ് നമുക്ക് ഈ തവണത്തെ ഹോംവർക്ക്. പിന്നെ ഇതിന് പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ. എവറി ഡേ 10 minutes with each child is super. At least half an hour a weekend with the children. Quality time. Just being with them, playing with them, listening to them, attending to them. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ട്. Okay, shall we try?